So once again, welcome back to Eju Mandra. So നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്ന ഒരു പേപ്പറാണ്, 6th സെമിസ്റ്റർ പേപ്പറാണ്. ആൻഡ് അതിൻ്റെ നമ്മളൊരു ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓൾറെഡി നമ്മൾ ഡെഫിനിഷനും ടൈപ്സും ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ഇമ്മീഡിയസി, കോൺവെർസേഷൻ സ്റ്റൈൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബ്രോഡ്കാസ്റ്റ് മീഡിയ റൈറ്റിങ്ങിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ TV, റേഡിയോ, DD, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോ, ന്യൂ മീഡിയ പോലുള്ള ടോപ്പിക്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് നോക്കാനുള്ളത് റേഡിയോ ആസ് എ മാസ് മീഡിയം. നമ്മൾ പണ്ട് ഡ്രാമ പഠിച്ചിട്ടില്ലേ? നമ്മൾ കഴിഞ്ഞ സെമ്മിൽ 4th സെം ആണെന്ന് തോന്നുന്നു ഡ്രാമ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡ്രാമ ആസ് എ മാസ് മീഡിയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ചില കാര്യങ്ങൾ വരുന്നത് നമുക്ക് കഴിഞ്ഞ സെമ്മിലെ പ്രിൻ്റ് മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്കെ നിങ്ങൾ ചിന്തിക്കുമ്പം കുറേ കാര്യങ്ങൾ അതിനകത്ത് അതൊക്കെ ഓർമ്മ വരണം നിങ്ങൾക്ക്. ഓക്കെ, ഈ മീഡിയ എന്ന് പറയുമ്പം ഇൻ്റർ കണക്റ്റഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിൻ്റ് മീഡിയ ആയാലും റേഡിയോ മീഡിയ ആയാലും അല്ലെങ്കിൽ എന്താ പറയുക ഇലക്ട്രോണിക് മീഡിയ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കണക്ഷൻസൊക്കെ ഉണ്ട്. അതേസമയം ചില പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളും കൂടിയുണ്ട്. ഓക്കെ, സോ നമുക്ക് ഏതായാലും ടോപ്പിക്കിലേക്ക് പോകാം. റേഡിയോ ആസ് എ മാസ് മീഡിയം. ഓക്കെ, സോ നമുക്ക് സ്ലൈഡ് എവിടെ? യെസ്, ഓക്കെ, കിട്ടി. റേഡിയോ ആസ് എ മാസ് മീഡിയം. ഈ മാസ് മീഡിയം എന്ന് പറയുമ്പം ഒരുപാട് ആളുകൾ, ഒരുപാട് ഓഡിയൻസ് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു മീഡിയം എന്നുള്ള രീതിയിലാണ് മാസ് മീഡിയം. മാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ, ഒരുപാട് എന്നുള്ളൊരു വലിയൊരു നമ്പർ ഓഫ് ഓഡിയൻസിനെയാണ് അവിടെ മാസ് എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയോ ആസ് എ മാസ് മീഡിയം എന്ന് പറയുമ്പം റേഡിയോ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നൊരു മീഡിയം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, so radio is a mass medium which is a medium of communication that reaches a large audience. അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ റേഡിയോ ഈസ് എ മാസ് മീഡിയം, ഇതൊരു മാസ് മീഡിയമാണ്. വിച്ച് ഈസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദറ്റ് റീച്ചസ് എ ലാർജ് ഓഡിയൻസ്. അതായത് മീഡിയം, അതൊരു മീഡിയമാണ്, ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു മീഡിയമാണ്. ദറ്റ് റീച്ചസ്, അത് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ് ഈ റേഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് യൂസസ് റേഡിയോ വേവ്സ് ടു ട്രാൻസ്മിറ്റ് സൗണ്ട് ആൻഡ് ക്യാൻ ബ്രോഡ്കാസ്റ്റ് മ്യൂസിക്, ന്യൂസ് ആൻഡ് അതർ പ്രോഗ്രാംസ് ടു ലിസ്ണേഴ്സ് വിത്ത് റേഡിയോ റിസീവേഴ്സ്. അതായത് നമ്മൾ നേരത്തെ റേഡിയോയുടെ ഡെഫിനിഷനൊക്കെ കഴിഞ്ഞ മൊഡ്യൂൾ പറഞ്ഞതുപോലെ റേഡിയോ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? റേഡിയോ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ശബ്ദങ്ങളെ തരംഗങ്ങളാക്കി മാറ്റി അത് എയറിലൂടെ, അത് വായുവിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ റേഡിയോ പ്രവർത്തിക്കുന്നത്. അപ്പം അതിലൂടെ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ പാട്ടുകൾ കേൾപ്പിക്കാനായിട്ട് സാധിക്കും, ന്യൂസുകൾ കൺവേ ചെയ്യാനായിട്ട് സാധിക്കും, വാർത്ത വായിക്കാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റ് പ്രോഗ്രാംസ് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കൂ, എന്തൊക്കെ നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ കണ്ടുവരുന്ന പ്രോഗ്രാംസ് ഉണ്ട് റേഡിയോയിൽ. നമ്മൾ മ്യൂസിക് പ്രോഗ്രാംസ് ഉണ്ട്, ശബ്ദ നാടകങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? നമ്മുടെ ഫോണിൻ പ്രോഗ്രാംസ്, ഈ ആസ്ട്രോളജി, അതുപോലെ തന്നെ ഹെൽത്ത് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് എന്താ പറയുക ഫോണിൻ പ്രോഗ്രാംസ്, നമുക്കതിലേക്ക് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്, ഇഷ്ടഗാനങ്ങൾ പോലെയുള്ള പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും ടു ദ ലിസ്ണേഴ്സ്, കേൾവിക്കാരിലേക്ക്. ഹൂ ഹാവ് എ റേഡിയോ റിസീവർ. ഓക്കെ, നമ്മുടെ കയ്യിലൊരു റേഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അത് കേൾക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് ഇത് റേഡിയോ ആസ് എ മാസ് മീഡിയ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 5 മാർക്കിനോ ചിലപ്പം ഒരു എസ്സേയൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിലേക്ക് കുറച്ചും കൂടെ പോയിൻറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ അധികം എംഫസൈസ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് റേഡിയോയുടെ ഒരു മാസ് മീഡിയം എന്നുള്ള നിലയ്ക്കുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേഡിയോ ആസ് എ മാസ് മീഡിയം. ഓക്കെ, സോ അതിനകത്ത് ഞാൻ ചെറിയൊരു ചാർട്ട് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു സർക്കിളിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേഡിയോ ആസ് എ മാസ് മീഡിയം. ഓക്കെ, ഇത് പബ്ലിക്കാണ്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പബ്ലിക്കാണ്. ഇനി വൺ ഓഫ് അത് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്, മൊബൈൽ മീഡിയമാണ്, അതുപോലെ തന്നെ എന്താണ്
ആക്സസിബിൾ ഫോർ ഇല്ലിട്രേറ്റ്സ്, അതിന് ലിറ്ററസി ഒരു വിഷയമല്ല. ഓക്കെ, എഴുതാനും വായിക്കാനും അറിയുന്നത് റേഡിയോ കേൾക്കാനായിട്ടൊരു വിഷയമല്ല. ഓക്കെ. സ്പീഡ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറയുന്ന റേഡിയോയുടെ. ഓക്കെ. റേഡിയോ ഒരു ഓഡിയോ മീഡിയ ആണെന്നുള്ളതും മറ്റൊരു ക്യാരക്ടറാണ്, റേഡിയോയുടെ ഒരു മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്കും ഇത് കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ റേഡിയോ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത് കേൾവി ശക്തിയും ഭാഷ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും മാത്രമാണ്. ഓക്കെ. സോ ബാക്കിയുള്ള പരിമിതികളൊക്കെ ഈ റേഡിയോ ഒരുവിധമൊക്കെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പോൾ റേഡിയോ ബുദ്ധിമുട്ടുള്ള ആളുകളെന്ന് പറയുമ്പം കേൾവി ശക്തി ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ റേഡിയോ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മാറുന്നുള്ളൂ. ഓക്കെ. സോ നമുക്ക് ഓരോ പോയിൻറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. സോ റേഡിയോ ഈസ് എ കോസ്റ്റ് എഫക്റ്റീവ് മീഡിയം. ഓക്കെ. റേഡിയോ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. റേഡിയോ ഈസ് എ കോസ്റ്റ് എഫക്റ്റീവ് മീഡിയം. റേഡിയോ എന്ന് പറയുന്നത് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത, കൺസ്യൂം ചെയ്യാനായിട്ട് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത ഒരു മീഡിയമാണ്. ഓക്കെ. റേഡിയോ സെറ്റ്സ് ആർ നോട്ട് അറ്റ് ആൾ എക്സ്പെൻസീവ് അൺലൈക്ക് ഓൾഡൻ ഡേയ്സ്. അതായത് പഴയ കാലത്ത് റേഡിയോ ഒക്കെ തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ റേഡിയോയുടെ ഒരു കണ്ടുപിടുത്തമൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അത് എക്സ്പെൻസീവ് ആയിരുന്നു. അത് അന്നത്തെ കാലഘട്ടത്തിൽ വലിയ വലിയ വീടുകളിൽ, അല്ലെങ്കിൽ വലിയ വലിയ ആളുകളുടെ കയ്യിൽ മാത്രമേ, സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ കയ്യിൽ മാത്രമേ റേഡിയോ എന്ന് പറയുന്ന സാധനം അവൈലബിൾ ആയിരുന്നുള്ളൂ. പക്ഷേ ഈ റേഡിയോ സെറ്റ്സ് വർ നോട്ട് അഫോർഡബിൾ ഫോർ കോമൺ പീപ്പിൾ, ദ അഡ്വാൻസ്മെൻറ്റ്, അതായത് സാധാരണക്കാർക്ക് ഈ റേഡിയോ സെറ്റുകൾ സാധാരണക്കാർക്ക് അത്ര അഫോർഡബിൾ ആവാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദ റേഡിയോ പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ടെക്നോളജി, റേഡിയോ പ്രൊഡക്ഷനിലും ട്രാൻസ്മിഷനിലൊക്കെ വന്നിട്ടുള്ള, അതിൻ്റെ ടെക്നോളജിയിൽ വന്നിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് എന്ത് ചെയ്തു, ഈ പറയുന്ന റേഡിയോയുടെ വില, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാനുള്ള കോസ്റ്റ് അത് കുറയ്ക്കുകയുണ്ടായി. ഓക്കെ. ആൻഡ് ബിക്കെയിം പോപ്പുലർ എമംഗ് ഈച്ച് ആൻഡ് എവറി കോർണർ ഓഫ് ദ വേൾഡ്. ഓക്കെ. അതായത് ലോകത്തെ ഈച്ച് ആൻഡ് എവറി കോർണറിൽ ഈ റേഡിയോ എന്ന് പറയുന്ന ഒരു സംഭവം പോപ്പുലറായിട്ട് മാറി. ഓക്കെ. ഇപ്പം നമുക്കറിയാം, ഇപ്പം എല്ലാ ആളുകളും ഒരുപാട് സാമ്പത്തിക ശേഷി ഉള്ള ആളുകളായിരിക്കില്ല. അപ്പം ഈ വാർത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഈ റേഡിയോ എന്ന് പറയുന്നതിൻ്റെ കോസ്റ്റ് കുറഞ്ഞപ്പോൾ, അതിൻ്റെ ടെക്നോളജി കുറച്ചും കൂടെ ഡെവലപ്പായ സമയത്ത്, ഡെവലപ്പാകാൻ മാത്രമല്ല അത് എല്ലാവർക്കും എത്തുന്ന രീതിയിലേക്ക്, അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ആവുകയും ചെയ്ത സമയത്ത് റേഡിയോയുടെ ഉപയോഗം വളരെയധികം കൂടി. അതിൻ്റെ പോപ്പുലാരിറ്റി എല്ലാ തരം ആളുകളുടെയും ഇടയിലേക്ക് അത് വല്ലാതെ വളർന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഓക്കെ. യെസ്. അപ്പോൾ അടുത്ത സ്ലൈഡ് നോക്കാം. റേഡിയോ ഈസ് എ പബ്ലിക് മീഡിയം. റേഡിയോ ക്യാൻ ബി ആക്സസ്ഡ് ബൈ മെനി നമ്പർ ഓഫ് പീപ്പിൾ സൈമൾട്ടേനിയസ്ലി വിത്തൗട്ട് മച്ച് ടെക്നിക്കൽ നോളജ് ആൻഡ് ഫൈനാൻഷ്യൽ നീഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് കൂടെ ഇതിനകത്തേക്ക് ആഡ് ആയിട്ടുണ്ട്. റേഡിയോ എന്ന് പറയുന്നൊരു പബ്ലിക് മീഡിയമാണ്. ഓക്കെ. ഇപ്പം നേരത്തെ പറഞ്ഞ പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിൻ്റ് തന്നെയാണിതും. ഓക്കെ. റേഡിയോ ക്യാൻ ബി ആക്സസിബിൾ ഫോർ മെനി നമ്പർ ഓഫ് പീപ്പിൾ. ഓക്കെ. അതായത് നിരന്തരമായി ഒരുപാട് ആളുകൾക്ക് ഈ റേഡിയോ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. റേഡിയോ ഉപയോഗിക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള എവിടെയും റെസ്ട്രിക്ഷൻസ് ഒന്നും എവിടെയില്ല. അതായത് അല്ലെങ്കിൽ ഇന്ന ആളുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും, നമുക്ക് ഒരു റേഡിയോ സെറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ബേർഡനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസോ ഒന്നും റേഡിയോക്കില്ല എന്ന് പറയുന്നുണ്ട്. എനിബഡി ക്യാൻ ലിസൺ ടു റേഡിയോ ഫ്രം എനിവെയർ വിത്തൗട്ട് എനി സ്പെസിഫൈഡ് റെസ്ട്രിക്ഷൻസ്. അതായത് ആർക്ക് വേണമെങ്കിലും എവിടെ നിന്നും റേഡിയോ കേൾക്കാനായിട്ട് സാധിക്കും. എന്നത് പ്രത്യേകമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും എവിടെയും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ. സോ അതൊരു പോയിൻ്റാണ്. ഓക്കെ. റേഡിയോ ഈസ് ഓൾസോ ആക്സസിബിൾ ഫോർ ഇല്ലിട്രേറ്റ്സ്. ഓക്കെ. ഈ ഇല്ലിട്രേറ്റ്സ് എന്ന് പറയുമ്പം എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ എന്നുള്ള മീനിങ്ങിലാണ് ആ വാക്ക് വരുന്നത്. ലിറ്ററേറ്റ്സ് എന്ന് പറയുമ്പം എഴുത്തും വായനയും അറിയുന്ന ആളുകൾ. ഓക്കെ. ഈ ലിറ്ററസി റേറ്റ് എന്നൊക്കെ കേട്ടില്ല, നിങ്ങൾക്ക് അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. സോ റേഡിയോ ഈസ് ഓൾസോ ആക്സസിബിൾ ഫോർ ഇല്ലിട്രേറ്റ്സ്. അതൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. നമ്മൾ മറ്റ് മാധ്യമങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടി വിക്കും ഈ ശബ്ദം അതിനകത്ത് ഒരു ഘടകമായതിനാൽ തന്നെ അതെല്ലാവർക്കും ആക്സസിബിളാണ്. ഈ കേൾവി ശക്തിയുള്ള എല്ലാവർക്കും ആക്സസിബിളാണ്.
നമ്മൾ മറ്റ് മീഡിയ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പത്രമായാലും ഇപ്പം മൊബൈൽ ഫോണായാലും ഒക്കെ ഇതിലൊക്കെ നമുക്ക് ലിറ്ററസി, വായന അറിയുക എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഓക്കെ, എഴുതാൻ അറിയില്ലെങ്കിലും വായന എന്ന് പറയുന്നത്, അക്ഷരങ്ങൾ അറിയുക എന്നുള്ളത് വളരെയധികം ഒരു പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഇത്തരം മാധ്യമങ്ങൾ, ഇത്തരം വാർത്താ മാധ്യമങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താനായിട്ട്. പക്ഷേ റേഡിയോ എന്ന് പറയുമ്പോൾ അതിൽ ശബ്ദം കൊണ്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ശബ്ദമാണ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരാൾക്കും നമ്മളുടെ പ്രാദേശികമായ ഭാഷയിൽ അറിവുണ്ടായിരിക്കും, നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രാദേശികമായ ഭാഷയിൽ റേഡിയോ ഉപയോഗിക്കാൻ നമുക്ക് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. ഓക്കെ, നമുക്ക് കേൾവിശക്തി ഉണ്ടെങ്കിൽ നമുക്കത് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നമുക്ക് എഴുത്തും വായനയും അറിയുന്നതൊരു വിഷയമല്ല. നമുക്ക് ജസ്റ്റ് അതിനുള്ള ആവശ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഭാഷ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കേൾക്കാനുള്ള കഴിവുണ്ടായിരിക്കുക. ഓക്കെ, സോ ലിറ്ററസി ഈസ് നോട്ട് റിക്വയർഡ് ഫോർ യൂസിങ് റേഡിയോ. In developing and less economically developed countries, it became a popular medium because of these characteristics. Majority of the popularity in these countries are illiterates. They show a specific attention towards radio as they can overcome the inefficiency of illiteracy through radio programs. For listening the radio programs, they only need is the ബേസിക് ലാംഗ്വേജ് സ്കിൽസ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോയിൻറ്റിനോട് കൂടെ തന്നെ മറ്റൊരു പോയിൻ്റ് കൂടെ അവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇപ്പം ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിലും എക്കണോമിക്കലി അത്ര ഡെവലപ്ഡ് അല്ലാത്ത രാജ്യങ്ങളിലും, ഓക്കെ, ഇപ്പോൾ നമ്മൾ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോപ്പുലാരിറ്റി എന്ന് പറയുമ്പോൾ അതിൽ മെജോറിറ്റിയും എന്താ പറയുക, ലിറ്ററേറ്റ്സ് ആയിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ, ഇപ്പോൾ നമ്മുടെ കേരളത്തിനെ പറ്റി എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു 99% ആളുകളും ലിറ്ററേറ്റ്സ് ആണ്. ഓക്കെ, അതായത് നമുക്ക് എഴുതാനും വായിക്കാനും അറിയുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ, ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പോയാൽ പോലും നമുക്ക് പല റിമോട്ട് ഏരിയാസിലും അല്ലെങ്കിൽ നമുക്ക് റൂറൽ ഏരിയാസിലൊക്കെ ഇല്ലിറ്ററേറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് പലപ്പോഴും വായന എന്ന് പറയുന്നത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഈ റേഡിയോ എന്ന് പറയുന്നത് ഒരു സൗണ്ട് മീഡിയം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഓഡിയോ മീഡിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്കും അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കൺട്രീസിൽ അല്ലെങ്കിൽ ഇത്തരം പ്രദേശങ്ങളിൽ, ഡെവലപ്ഡ് കൺട്രീസ് ആകുമ്പോൾ അവിടെ ലിറ്ററേറ്റ്സ് ആണ്. ഓക്കെ, അവിടെ എല്ലാ ആളുകളും എഴുത്തും വായനയും അറിയുന്ന ആളുകളാണ് എന്നാണ് വെപ്പ്. ഓക്കെ, യെസ്, നമുക്കറിയില്ല, ബട്ട് അങ്ങനെയാണ് കാണുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ലിറ്ററേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും, അവർക്കത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർക്ക് വിവരങ്ങൾ അറിയാനും ഒക്കെയുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മാധ്യമമാണ് ഈ പറയുന്ന റേഡിയോ എന്ന് പറയുന്നത്. അപ്പം ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ പറ്റി അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിനെ പറ്റി പറയുമ്പം എല്ലാ ആളുകൾക്കും വലിയ വില കൊടുത്ത് TV പോലെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ പോലെയുള്ള സംവിധാനങ്ങളൊന്നും അഫോർഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴും ഈ കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏരിയാസിൽ ഈ റേഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റേഡിയോ ഈസ് എ mobile medium. Another important point, radio is a mobile medium. Hence the radio is easy to carry. We can listen to radio while we are moving, and also we can switch the placement of the device. അതായത് ഇപ്പോൾ റേഡിയോ ഡിവൈസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? റേഡിയോ ഡിവൈസ് എന്ന് പറയുമ്പം വളരെ ചെറുതാണ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മളുടെ സ്മാർട്ട് ഫോൺ ആയാലും നമ്മളുടെ സാധാരണ ഫോണുകളായാലും ഇതിലൊക്കെ ഇൻബിൽട്ടായിട്ട് റേഡിയോ സംവിധാനമുണ്ട്. ബട്ട് ഇനി അതല്ല, സെപ്പറേറ്റ് ഒരു റേഡിയോ റിസീവറാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിലും അത് കൊണ്ട് നടക്കാൻ വലിയ വെയിറ്റ് ഉള്ളതോ അല്ലെങ്കിൽ അത് എപ്പോഴും കറണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അതിന് മൊബിലിറ്റി ഒരുപാട് കൂടുതലുണ്ട്. അപ്പോൾ അത് ലെസ് വെയിറ്റ് ആണ്, ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതാണ്, പോർട്ടബിൾ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പോർട്ടബിലിറ്റി അല്ലെങ്കിൽ മൊബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ റേഡിയോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈസിയാണ് ക്യാരി ചെയ്യാനായിട്ട്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പം നടന്നു പോവുകയാണ്, അപ്പോൾ നമ്മുടെ കയ്യിൽ റേഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അത് കൺസ്യൂം ചെയ്യാം, അത് ഉപയോഗിക്കാം. നമുക്ക് റേഡിയോ പാട്ട് കേട്ടോ അല്ലെങ്കിൽ വാർത്തകൾ കേട്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്, കാറിലോ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലൊക്കെ റേഡിയോ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പറയുന്ന റേഡിയോ ആസ് എ മാസ് മീഡിയം. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ആ ഒരു പോയിൻ്റ് അധികം എന്താ പറയുക നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം. റേഡിയോ ഈസ് ആൻ ഓഡിയോ മീഡിയം. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ബീയിങ് ആൻ ഓഡിയോ മീഡിയം, റേഡിയോ ഈസ് ആക്സസിബിൾ ഫോർ വിഷ്വലി ചലഞ്ച്ഡ് പീപ്പിൾ, ഇല്ലിറ്ററേറ്റ് പീപ്പിൾ ആൻഡ് എക്സെട്ര. അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണമെന്നില്ല. ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ആ രണ്ട് പോയിന്റ്സിനെയും കൂടി നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിലേക്ക് ഉൾക്കൊള്ളിച്ച് എഴുതാൻ പറ്റും. അതായത് ഏതായാലും പിന്നെ എന്താണ് റേഡിയോ ഈസ് ആക്സസിബിൾ ഫോർ ഇല്ലിറ്ററേറ്റ്സും അതുപോലെ തന്നെ പബ്ലിക് മീഡിയം എന്ന് പറയുന്നൊരു പോയിന്റും. ഓക്കെ, സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇതിനകത്ത് കൊള്ളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ റേഡിയോ നീഡ്സ് ലെസ് എനർജി. ഓക്കെ, റേഡിയോ നീഡ്സ് ലെസ് എനർജി എന്ന് പറയുമ്പോൾ റേഡിയോ ഒക്കെ നമുക്ക് വലിയ രീതിയിലുള്ള എനർജി ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ പൊതുവെ കുറവാണ്. നമ്മൾ എത്തരത്തിലുള്ള ഡിവൈസുകൾ വെച്ച് നോക്കുമ്പം നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും റേഡിയോ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ എനർജി കൺസപ്ഷൻ വളരെ കുറവാണ്. അപ്പം നമ്മളൊരു ബാറ്ററി വാങ്ങിച്ചിടുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം ആ റേഡിയോ ആ ബാറ്ററി വെച്ചിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഇപ്പം നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരു കണ്ടിന്യൂസ്ലി നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ റേഡിയോ എന്ന് പറയുന്ന സംഭവം വളരെ ഈസി ആയിട്ട് ഒരുപാട് നേരം അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ മറ്റ് മീഡിയാസിന് ടെലിവിഷൻ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ്ലി ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം. നമ്മൾ ലാപ്ടോപ്സ് ആയാലും കമ്പ്യൂട്ടേഴ്സ് ആയാലും സ്മാർട്ട് ഫോണുകളായാലും ഒക്കെ അത് ചാർജ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തീരുന്നൊരു അവസ്ഥയാണ്. അപ്പം ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഈ പറയുന്ന ഇത്തരത്തിലുള്ള മാസ് മീഡിയ കാര്യങ്ങളിൽ റേഡിയോയ്ക്ക് വളരെ കുറവാണ്. അപ്പോൾ അതും ഈ പറയുന്നത് പോലെ അത് എസ്പെഷ്യലി ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആവുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പറയുന്ന ഈ എനർജി കൺസപ്ഷൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടും തന്നെ നമുക്ക് എല്ലാ ആളുകൾക്കും ഇത് അഫോർഡബിൾ ആണ്. അപ്പോൾ ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്നും കൂടെ നമുക്ക് പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് റേഡിയോ ടു ഫോർ ബിക്കമിങ് എ മാസ് മീഡിയം. ഓക്കെ, ഒരുപാട് ആളുകൾ. അപ്പം റേഡിയോ എന്ന് പറയുന്നത് നമുക്ക് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഇൻഫർമേഷൻ മീഡിയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയമായിട്ട് നമുക്ക് റേഡിയോ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില ഘടകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇനിയും പോയിൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. സ്പീഡ് പോലെയുള്ള ഘടകങ്ങളുണ്ട്. അതായത് റേഡിയോ കമ്മ്യൂണിക്കേഷൻ വളരെ സ്പീഡാണ്. നമുക്ക് അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെക്നോളജിക്കലി ഒരുപാട് ഡെവലപ്പ് ആവുന്നതോടുകൂടി തന്നെ നമുക്കിതിൻ്റെ സ്പീഡും ആക്യുറസിയും ഒക്കെ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ ഇതിനകത്ത് മറ്റ് പോയിൻറ്റ്സാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോയിൻറ്റിലേക്ക് കടക്കാം. ഓക്കെ, യെസ്, അപ്പോൾ അടുത്ത പോയിൻ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓൾറെഡി 17 മിനിറ്റായി നിങ്ങൾക്ക്. ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അതിനിടയ്ക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട്സ് കൃത്യമായിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് തന്ന നോട്ടും കൂടെ നോക്കിയതിന് ശേഷം നിങ്ങൾ എക്സാമിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഒന്നുകൂടെ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ എല്ലാ വിഷയങ്ങളുടെയും പ്ലേലിസ്റ്റ് നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ വീഡിയോയുടെ ഐ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് കിട്ടും. ഓക്കെ, സോ അത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.